ഒരു യാത്രയിൽ യാദൃച്ഛികമായിട്ടാണ് പെരുമ്പാവൂരിനടുത്തുള്ള പുല്ലുവഴി സെൻറ് തോമസ് പള്ളിയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്താനിടയായത്. ഒരു ഉൾവിളി എന്നൊക്കെ പറയില്ലേ, ആ ഉൾവിളിയുടെ പോലെ തന്നെ ഉള്ളിലെന്തോ പറഞ്ഞു അങ്ങോട്ട് പോകണമെന്ന്. പോകുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു കപ്പേള കണ്ടിരുന്നു. അതെനിക്കൊരു സംശയം തോന്നി, ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഈ കപ്പേള കണ്ടിട്ടുണ്ടല്ലോ എന്ന്. നോക്കിയപ്പോൾ കൺഫേമായി, അടുത്ത് ചെന്നപ്പോൾ കൺഫേമായി. കാരണം എന്താ വെച്ചാൽ ഇതൊരു അത്ഭുത കപ്പേളയാണ്. ഇത് വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത കപ്പേളയാണ് പുല്ലുവഴി സെൻറ് തോമസ് പള്ളിയുടെ മുന്നിലുള്ളത്. 1940 ബഹുമാനപ്പെട്ട ഗീവർഗീസ് കുടിയനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇത് പണിതത്. അതിനുശേഷം 1965 ഇത് പുതുക്കി പണിതതിന് ശേഷം അവിടെ കുറേ സംഭവങ്ങളുണ്ടായി. അതെന്താ വെച്ചാൽ അത് വലിയ രീതിക്കൊന്നല്ല പുതുക്കി പണിതത്, സിമ്പിളായിട്ടുള്ള ഒരു കപ്പേളയായിട്ടായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. ആ കപ്പേളയുടെ മുകളിൽ, ആ രൂപത്തിൻ്റെ മുകളിൽ മഴയും വെയിലൊക്കെ അടിച്ചിട്ട് ആകെ ഭയങ്കര വൃത്തികേടായി കൊണ്ട് വരുമായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ കപ്പ്യാരി പള്ളിയിലച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും നമുക്കിത് ശരിയാക്കണം, മുകളിലേക്ക് ഒരു മേൽക്കൂര വേണം എന്നൊക്കെ. പക്ഷേ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് മേൽക്കൂര പണിയാൻ വൈകിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ രൂപത്തിൻ്റെ അടിയിൽ നിന്ന്, അതായത് ആ രൂപം ഇരിക്കുന്ന പീഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെടി, ആലിൻ്റെ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ചെടി പൊന്തി വരികയും അത് ഈ വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ കവർ ചെയ്യുകയും അങ്ങനെ ശരിക്കും മൂടി വരികയും ചെയ്തു. പക്ഷെ മുഖം മാത്രം മറക്കുന്നില്ല, എല്ലാവർക്കും കാണത്തക്ക വിധത്തിലായിരുന്നു മുഖം ഉണ്ടായിരുന്നത്. അങ്ങനെ മൂടി വന്ന ഈ ചെടി ആ രൂപത്തിന് ഒരു തണലായി നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്ക് പള്ളിക്ക് ആ കപ്പേളയ്ക്ക് ഒരു മേൽക്കൂര പോലെയായിരുന്നു ആ ചെടി നിലനിന്നിരുന്നത്. പക്ഷേ ഇത് വന്ന് ഈ രൂപവും കപ്പേളയും നശിച്ചു പോയാലോ എന്ന് ആലോചിച്ചിട്ട് അവർ 2-3 വട്ടം ഇതിനെ വെട്ടി മാറ്റാൻ നോക്കി, വേരോടുകൂടി പിഴുതെടുക്കാൻ നോക്കി, കഴിഞ്ഞില്ല. പക്ഷേ വേരോടുകൂടി വെട്ടിവിട്ടു. അതിനുശേഷവും ഇത് വളർന്നു വന്നു. അതിൽ കുറേ മരുന്നൊഴിച്ചു, ആസിഡ് ഒഴിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇതെന്ത് ചെയ്തിട്ടും മാറുന്നില്ല. 1972 പള്ളിയിൽ ദിവ്യബലി മുടങ്ങാനിടയായി. ഈ ദിവ്യബലി മുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോവുകയും ആകെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഏകദേശം 99% ഉണങ്ങുകയും ചെയ്തു. പിന്നീട് ദിവ്യബലി പുനരാരംഭിച്ചപ്പോൾ അവിടെ എന്താ പറയുക, ഭയങ്കര ഒരു അത്ഭുത പ്രവൃത്തി എന്നുള്ള പോലെ ഈ ചെടി വീണ്ടും പഴയതുപോലെ തന്നെയായി എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇത് സിസ്റ്റർ റാണി മരിയയുടെ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. സിസ്റ്ററിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ അന്തോണീസിന് വേണ്ടിയിട്ട് ചൊവ്വാഴ്ചകളിൽ ദിവ്യബലിയും നൊവേനയും അർപ്പിക്കപ്പെടുന്നു. ഈ കാണുന്ന രൂപത്തിൽ 2018 ഈ കപ്പേള പണി പൂർത്തീകരിച്ചത് 2018